Hi dears, welcome back to my channel. 1 year baby frock in measurements ആണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു മെഷർമെന്റ്സ് ചാർട്ടിൽ ഞാൻ 1 to 5 years old വരുന്ന ഫ്രോക്കിന്റെ മെഷർമെന്റ്സ് ആണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ചാർട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇയേഴ്സ് നോക്കാം, അതുപോലെ തന്നെ ചെസ്റ്റ്, വേസ്റ്റ്, യോക്ക് ലെങ്ത്, ടോട്ടൽ ലെങ്ത്, ഷോൾഡർ, ആം ഹോൾ, നെക്ക് വിഡ്ത്ത്, നെക്ക് ഡെപ്ത്ത്, അതുപോലെ തന്നെ സ്ലീവ്സ്. ഇത്രയും മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഫ്രോക്കിൻ്റെ ഒരു മോഡൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെവിടേക്കാണ് നമ്മൾ ഈ ഓരോന്നും മാർക്ക് ചെയ്തെടുക്കേണ്ടത് എന്നും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണേ. ആദ്യം ഞാനിവിടെ ഇയേഴ്സാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 1 to 5 ഇയേഴ്സിലാണല്ലോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ കള്ളിയിലും ആ ഒരു ഇയേഴ്സ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഇയേഴ്സിലും എത്രയൊക്കെയാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതെന്ന് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കാം കേട്ടോ. ഓരോന്നും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ചെസ്റ്റാണ് നോക്കേണ്ടത്. 1 ഇയർ ബേബി ഫ്രോക്കിന് ചെസ്റ്റ് വിഡ്ത്തായിട്ട് നമുക്ക് 20 ഇഞ്ചസാണ് കേട്ടോ ടോട്ടൽ കിട്ടുന്നത്. ചെസ്റ്റിനെ നമ്മളൊരു ടാപ്പ് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് അളന്നെടുക്കുമ്പോൾ നമുക്ക് 20 ഇഞ്ചസാണ് കിട്ടുക. അപ്പോൾ ആ 20 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് നോക്കാം. ചെസ്റ്റ് റൗണ്ടിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. 19 ഇഞ്ചസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. 1 ഇയർ ബേബിക്ക് നമുക്ക് 20 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ ചെസ്റ്റ് റൗണ്ടായിട്ട് കിട്ടുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഒരു ഞൊറിവൊക്കെ ഇട്ട് കൊടുക്കുക യോക്കിൻ്റെ താഴെ ഭാഗം, ഇവിടെയാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് 19 ഇഞ്ചസ് ആയിട്ട് എടുക്കേണ്ടത്. 1 ഇഞ്ച് കുറച്ചിട്ട് ആ ഭാഗം ചെറിയൊരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് ലെങ്ത് ആണ് നോക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗമാണ് നമുക്ക് യോക്ക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അത് ഞാനിവിടെ 1 ഇയർ ബേബിക്ക് 5 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അധികം ഈ ഒരു ഭാഗം ഇറങ്ങിപ്പോവാതിരിക്കുകയാണ് നല്ലത്. ഒത്തിരി ഇറങ്ങിപ്പോയാൽ ആ ഫ്രോക്കിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും. കുറച്ച് ലൂസായിട്ടൊക്കെ കിടക്കുന്നത് പോലെ ആയിരിക്കും തോന്നുക. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫ്രോക്കൊക്കെ യോക്ക് ലെങ്ത്ത് 4, 5 ആ ഒരു ഇഞ്ചസിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് ആണ് നോക്കേണ്ടത്. നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ വരെ വരുന്ന, ഇതൊരു മുട്ടിൻ്റെ താഴെ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ. ഇപ്പോൾ 1 ഇയർ ബേബിക്ക് നീ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 16 ഇഞ്ചസാണ് കേട്ടോ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ തന്നെ മുട്ടിൻ്റെ താഴെ വരുന്ന ഫ്രോക്കാണ്. ഒത്തിരി ലെങ്ത് കൂടിപ്പോയാൽ ഒരു ഭംഗിയില്ലാത്ത പോലെ ആയിരിക്കും. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത് എത്ര എടുക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഇത്രയും ഭാഗത്താണ് ഷോൾഡർ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഞാനിവിടെ 7 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത് എത്ര എടുക്കുന്നത് നോക്കാം. ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് 4 ഇഞ്ചസാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തായിട്ട് എത്ര എടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്താണ് വരുന്നത്. ഇത്രയും ഭാഗമാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു 4 ഇഞ്ചസാണ് 1 ഇയർ ബേബിക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് നോക്കാം. ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിനേക്കാളും കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ ഇത്രയും ഈ ഒരു ഇറക്കത്തിനാണ്, കഴുത്തിൻ്റെ ഇറക്കത്തിനാണ് നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ചസാണ് കേട്ടോ. 2-2.25 ഇഞ്ചസ് വരെയൊക്കെ നമുക്ക് എടുക്കാം. കൂടുതൽ ഇറങ്ങിപ്പോയാൽ നെക്ക് ഭയങ്കര ലൂസായിട്ട് പോവും. അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് സ്ലീവ്സിൻ്റെ ലെങ്ത്താണ് കേട്ടോ. നമ്മൾ കുട്ടികളുടെ സ്ലീവ്സ് ആകുമ്പോൾ തന്നെ അധികം തൂങ്ങി പോവാതിരിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. 1.5-2 ഇഞ്ചസൊക്കെ മതിയാവും. അതിലേക്ക് നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ എഴുതിയതൊന്നും അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 1 ഇയർ ബേബിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് 2 ഇയേഴ്സ് ബേബിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഈ മെഷർമെൻറ്റ്സിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് 2 ഇയേഴ്സിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരുന്നത് നോക്കാം. ചെസ്റ്റ് ലെങ്ത്ത് ഞാൻ 20 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്, 21 കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഇഞ്ച് കുറച്ചിട്ടാണ് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. യോക്ക് ലെങ്ത്തും നമ്മൾ 5 ഇഞ്ചസ് ആയിരുന്നു 1 ഇയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചസാണ് ഞാനിവിടെ കൂട്ടിയിട്ട് 5.5 എടുക്കുന്നുണ്ട്.
ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ 2 ഇഞ്ചസ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 18 ഇഞ്ചസാണ് എനിക്കിവിടെ വരുന്നത്. ഷോൾഡർ ലെങ്ത്തും 1/2 ഇഞ്ചാണ് കൂട്ടി കൊടുക്കുന്നത്. 7.5 ഇഞ്ചസാണ് കിട്ടുന്നത്. ആം ഹോൾ ലെങ്ത്ത് ഞാൻ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ഞാനിവിടെ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. അതൊന്നും അധികം നമുക്ക് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, വലിയ മാറ്റം വരുന്നില്ലല്ലോ. അപ്പം അതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ കൂട്ടിയിട്ട് 2.5 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. സ്ലീവ്സും നമുക്ക് 2 ഇഞ്ചസ് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് 2 വയസ്സിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് 3 ഇയേഴ്സ് ബേബി ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ 1 ഇഞ്ച് കൂട്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിഡ്സ് ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇതിൽ ഞാൻ സ്ലീവ്സിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഭാഗ്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്തും ഞാനിവിടെ കൊടുത്തിട്ടില്ല, അതൊരു 1.5-2 ഇഞ്ചസൊക്കെ നമുക്ക് എടുക്കാം. ബാക്കിൽ എന്തായാലും നമ്മൾ സിബ്ബോ അല്ലെങ്കിൽ ഹുക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം, അപ്പോഴാണ് ആ നെക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ട മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുട്ടികളല്ലേ, കുറച്ച് വലുതാവുന്നവരാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് എടുത്താൽ ആ ഫ്രോക്ക് മൊത്തം കൊളാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ്സ് എടുക്കാൻ നോക്കുക. ഞാനിവിടെ ഫാബ്രിക്കിൽ ഈ ഒരു 1 ഇയർ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കേണ്ടത് എന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫാബ്രിക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് വെച്ചിട്ടാണ് മടക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ യോക്കിൻ്റെ ഭാഗമാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് എനിക്കിവിടെ 5 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. 1 ഇയർ ബേബിക്ക് 5 ഇഞ്ചസാണ്. പക്ഷെ നമ്മൾ ആ 5 ഇഞ്ചിൻ്റെ കൂടെ മുകളിൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് പോവും, താഴെയും യോക്കിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചസ് പോവും. അപ്പോൾ ഞാനിവിടെ ആ 2 ഇഞ്ചസും കൂട്ടിയിട്ട് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി, ഇതുപോലെ 6 ഇഞ്ചസാണ് ഞാനിവിടെ തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗം കുറഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോൾ നോക്കുമ്പോഴും നമ്മൾ തയ്യൽ തുമ്പ് മറക്കാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഷോൾഡർ 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പം എനിക്കിവിടെ 7 ഇഞ്ചസാണ് ടോട്ടൽ ഷോൾഡർ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2ആയിട്ട് മടക്കിയിട്ട് 3.5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു 3.5 ഇഞ്ചസിൻ്റെ കൂടെ ഞാനൊരു 1/4 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്താണ് നോക്കേണ്ടത്. ആം ഹോൾ ലെങ്ത് ആയിട്ട് 4 ഇഞ്ചസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 4 ഇഞ്ചസിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചസും കൂടെ ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മളെ ഷോൾഡറിൻ്റെ മുകളിലും പോവും, അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്തും നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഞാനൊരു 4.25 ഇഞ്ചസാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ആം ഹോളിൻ്റെ കർവും കൂടെ വരച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടായിട്ട് ഞാനിവിടെ 20 ഇഞ്ചസാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 ഇഞ്ചസാണ് കേട്ടോ കിട്ടുക. ഈ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നമ്മൾ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 20/4 ഇങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്. ഈ ഒരു 5 ഇഞ്ചസിലേക്ക് നമ്മൾ തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ചസ് 2 സൈഡിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 7 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്.
അപ്പോൾ എൻ്റെ ഇവിടെ ടാപ്പിൽ 7 ഇഞ്ചസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു താഴെ ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. 19നെ 4 കൊണ്ട് നമ്മൾ ഇവിടെയും 4 കൊണ്ടാണ് കേട്ടോ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു 7 ഇഞ്ചസിൽ നിന്നും ഒരു 1/2 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ടാണ് 6.5 ഇഞ്ചസ് അങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അവിടുന്ന് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ചെരിവിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഒരു ഭാഗം മെഷർ ചെയ്ത് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് ഞാനിവിടെ 4 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഇതിനെ 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 1.25 ആ ഒരു ഇഞ്ചും അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ 2 ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഡെപ്തായിട്ട് ഇവിടെ 2 ഇഞ്ചസാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു 2 ഇഞ്ചസും അതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പായിട്ട് പോകുന്നില്ലേ, അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഞാൻ 2.25 ഇഞ്ചസാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിന് ഒരു ബോക്സ് രൂപത്തിലൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു കർവായിട്ടാണ് റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് പിന്നെ നമുക്കൊരു കർവായിട്ട് ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ അത്രയും ഇറക്കം ബാക്ക് നെക്കിന് പാടില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 2 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചസാണ് കിട്ടുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിലൂടെ അങ്ങ് കട്ട് ചെയ്യാതെ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഒരു 1/4 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് തയ്യൽ തുമ്പിനും കൂടി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകും. അപ്പോൾ നെക്ക് കുറച്ചും കൂടി വൈഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നെക്കിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യാറുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റ്സും കിട്ടാറുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യുക. ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രോക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ മാർക്ക് ചെയ്തതിലും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് യോക്കിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടേണ്ടത്. ബാക്ക് സൈഡിൽ നമുക്ക് സിബ്ബോ അല്ലെങ്കിൽ ഹുക്കൊക്കെ ആയിട്ട് ആ ഒരു മിഡിൽ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് 1 ഇയർ മെഷർമെൻറ്റ്സിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.